നമസ്കാരം. ഇന്ന് മഹാവിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമായ വാമനാവതാര ദിനമാണ്. വാമന ജയന്തി ദിനത്തിൽ നമ്മൾ ഓർക്കുന്ന മഹത്തായ കഥ ഇതാ. അസുരരാജാവായ മഹാബലി ധർമ്മനിഷ്ഠനും ദാനശീലനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണം ലോകമാകെ വ്യാപിച്ചു. ദേവന്മാർ പോലും സ്വർഗം നഷ്ടപ്പെടുമോ എന്ന് ഭയന്നു. മഹാവിഷ്ണുവിനോട് ദേവന്മാർ പ്രാർത്ഥിച്ചു. അപ്പോൾ വിഷ്ണു വാമനൻ എന്ന ചെറിയ ബ്രാഹ്മണ ബാലന്റെ രൂപം സ്വീകരിച്ചു. മഹാബലി ഒരു മഹായാഗം നടത്തുമ്പോൾ വാമനനെത്തി. ബാലൻ വിനയത്തോടെ ചോദിച്ചു, എനിക്ക് 3 അടി സ്ഥലം മാത്രം തരിക. മഹാബലി തന്റെ ദാനശീലത്തിൽ രണ്ടാമതൊന്ന് വിചാരിക്കാതെ സമ്മതിച്ചു. ഉടൻ വാമനൻ വളരാൻ തുടങ്ങി. ആ രൂപമാണ് ത്രിവിക്രമൻ. 1 അടി കൊണ്ട് ഭൂമിയും 2ാമത്തേതുകൊണ്ട് ആകാശവും അളന്നു. 3ാമത്തെ അടി വെക്കാൻ സ്ഥലമില്ലാതെയായി. അപ്പോൾ മഹാബലി വിനയത്തോടെ തലകുനിച്ച് പറഞ്ഞു, പ്രഭോ, 3ാമത്തെ അടി എന്റെ തലയിൽ ആയിക്കൊള്ളട്ടെ. ശിരസ് കുനിച്ചു. വിഷ്ണു അവന്റെ ഭക്തിയും വിനയവും കണ്ടു മഹാബലിയെ അനുഗ്രഹിച്ചു. പാതാളത്തിന്റെ രാജാവായി എന്നും ഓർമ്മിക്കപ്പെടുന്ന മഹാഭക്തനായി. വാമനാവതാരം നമ്മെ പതിപ്പിക്കുന്നത് സമ്പത്തും അധികാരവും അഹങ്കാരത്തോടെ നിലനിൽക്കില്ല. വിനയവും ഭക്തിയും ഉള്ളവൻ മാത്രമാണ് യഥാർത്ഥ മഹാൻ. താൻ ദാനം ചെയ്യുന്നു, അല്ലെങ്കിൽ താൻ ധർമ്മിഷ്ഠനാണ് എന്ന മഹാബലിയുടെ അഹങ്കാരം ഇവിടെ മാറുകയും സർവം ഭഗവാനാണ് എന്ന ആത്മജ്ഞാനമാണ് ഇവിടെ സംഭവിച്ചത്. അതിനാലാണ് ശിരസ് കുനിഞ്ഞതും. അഹങ്കാരം ശമിച്ച മഹാബലിയെ പാതാളത്തിന്റെ രാജാവാക്കുകയും ചെയ്തു. എല്ലാവർക്കും വാമനദിനാശംസകൾ. ഒപ്പം ഉത്രാടദിനാശംസകൾ. ഇത്തരത്തിലുള്ള ഭക്തിഗതകൾ കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.